വെൽക്കം ബാക്ക് ടു സൈലന്റ് ബാങ്കിങ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഓൾറെഡി നമ്മുടെ SBI ക്ലർക്കിന്റെ പ്രിലിംസ് എക്സാം ഫസ്റ്റ് ഡേ കഴിഞ്ഞിരിക്കുകയാണ്. ഫെബ്രുവരി 22 ആദ്യത്തെ ദിവസം എക്സാമിന്റെ. അന്നത്തെ ദിവസം എക്സാം എഴുതി എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് അറിയിച്ചത്. ഇംഗ്ലീഷ് അത്യാവശ്യം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി, മാരത്തോൺസ് എല്ലാം വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്നൊക്കെ ഒരുപാട് മെസ്സേജസ് കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ അടുത്ത എക്സാംസിനൊക്കെ, അതായത് വരാവുന്ന PEOയുടെ പ്രിലിംസിനൊക്കെ മാരത്തോൺസ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വരാൻ പോകുന്ന 27നും 28നും മാർച്ച് 1നും ഒക്കെ എക്സാം ഉള്ള കുട്ടികൾക്ക് വേണ്ടി ഈ ഫസ്റ്റ് ഡേ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് ഒരു സബ്ജക്ട് അനാലിസിസ് ചെയ്യാം, ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ, ടഫ് ആയിരുന്നോ, ഈസി ആയിരുന്നോ, ആ ക്വസ്റ്റ്യൻസ് അതേ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആദ്യം മുതൽ അവസാനം വരെയും വീഡിയോ കറക്റ്റ് ആയിട്ട് കാണാം. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മാത്രമല്ല കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി ഫീൽ ചെയ്തുവെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം. നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ മാരത്തോണിൽ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു മിസ്പെൽഡ് വേർഡ് അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്ന വേർഡിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 5 എണ്ണം ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മിസ്പെൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റിനനുസരിച്ച് ആയിരിക്കില്ല യൂസ് ചെയ്തിട്ടുള്ളത്, ഇൻകറക്റ്റ് ആയിട്ടായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. സോ അങ്ങനെ 5 ക്വസ്റ്റ്യൻസ് ഇത്തവണയും എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചാലോ. She asked her brother to accompany her to the market so she wouldn't have to carry all the heavy bags alone. ഇതായിരുന്നു സെന്റൻസ്. സെന്റൻസിൽ അവർ ഏതൊക്കെ വേർഡ്സ് ആണ് നമ്മൾ നോക്കേണ്ടതെന്ന് താഴെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ആസ്ഡ്, ഹെവി, മാർക്കറ്റ്, അക്കമ്പനി, ഓൾ ആർ കറക്റ്റ്. അതിൽ ആസ്ഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം റിക്വസ്റ്റ് ചെയ്യാൻ, എന്തെങ്കിലും ചോദിക്കാം. ഹെവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ടു ക്യാരി, നമുക്ക് മൂവ് ചെയ്യാനോ ലിഫ്റ്റ് ചെയ്യാനോ ബുദ്ധിമുട്ടുള്ളത്. മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒരു സാധനം നമ്മൾ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന സ്ഥലം. അക്കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയാ, ടു ഗോ വിത്ത് സമ്മൺ, ഒരാളുടെ കൂടെ പോവുക എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. പക്ഷേ ബാക്കി എല്ലാവരുടെയും സ്പെല്ലിംഗ് കറക്റ്റ് ആണ്, അക്കമ്പനിയുടെ സ്പെല്ലിംഗ് തെറ്റാണ്. എന്താണ് അക്കമ്പനിയുടെ സ്പെല്ലിംഗ് വരിക? ഇതാണ് അക്കമ്പനിയുടെ ശരിക്കുള്ള സ്പെല്ലിംഗ്. ഈ സ്പെല്ലിങ്ങിന് പകരം അവിടെ ഒരു C ഇല്ല. അപ്പം അതാണ് ഇവിടുത്തെ പ്രശ്നം. D ആണ് ഇവിടുത്തെ ആൻസർ. ഐ ഹോപ്പ് യു ഗോട്ട് ദി ആൻസർ റൈറ്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എവ്രിവൺ അറ്റൻഡഡ് ദ മീറ്റിംഗ് എക്സ്പെക്ട് ജോൺ ഹു വാസ് ഫീലിംഗ് അൺവെൽ. ഇവിടെ അറ്റൻഡഡ്, എക്സ്പെക്ട്, മീറ്റിംഗ്, ഫീലിംഗ്, ഓൾ ആർ കറക്റ്റ് എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് അപ്പോഴേ നമുക്ക് വായിക്കുമ്പോഴേ ആൻസർ ഏകദേശം മനസ്സിലാവും. അറ്റൻഡഡ് എന്ന് പറഞ്ഞൊരു വെർബാണ്, ഒരു കാര്യത്തിൽ പ്രസന്റ് ആയിരിക്കുക എന്നും. എക്സ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു വെർബാണ്, പക്ഷെ ഇവിടെ യൂസേജ് തെറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. നമുക്കിവിടെ ശരിക്കും എന്താണ് വേണ്ടത്? എക്സെപ്റ്റ് എന്നാണ് വേണ്ടത്. ഇത് ഞാൻ ക്ലാസ്സിൽ പലപ്പോഴും ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ക്ലാസ്സിൽ ഇത് എടുത്തു കൊടുത്തിട്ടുണ്ട്. കാരണം ഈ 4-5 വാക്കുകൾ അഫക്റ്റ്, ആസ്പെക്ട്, എഫക്റ്റ്, എക്സെപ്റ്റ്, ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കേൾക്കുമ്പോൾ വായിക്കുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരുപോലെ ഫീൽ ചെയ്യാം, പക്ഷെ സ്പെല്ലിംഗ് ഡിഫറെന്റ് ആയിരിക്കും, മീനിങ് ഡിഫറെന്റ് ആയിരിക്കും എന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഇവിടെയും അത് തന്നെ സംഭവിച്ചു. B ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോഴോ. വി ഡിസൈഡഡ് ടു ഹാവ് ഡിന്നർ അറ്റ് എ ന്യൂ ഇറ്റാലിയൻ റെസ്റ്റോറന്റ് ദാറ്റ് റീസെന്റ് ഓപ്പൺഡ് ഇൻ ദ സിറ്റി. ഡിന്നർ, ഓപ്പൺഡ്, റെസ്റ്റോറന്റ് ആൻഡ് റീസെന്റ്. ഇതിപ്പോൾ റെസ്റ്റോറന്റ് ഞാൻ വായിക്കുന്നുണ്ടെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. റെസ്റ്റോറന്റ് കറക്റ്റ് സ്പെല്ലിംഗ് അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. എന്താണ് റെസ്റ്റോറന്റ് കറക്റ്റ് സ്പെല്ലിംഗ്? RESTAURANT. ഇതാണ് റെസ്റ്റോറന്റ് കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത് അല്ലെ. സോ അതാണ് ഇവിടെ തെറ്റ് കിടക്കുന്നത്. സോ ആൻസർ C ആയി. ഇതൊക്കെ നമുക്ക് നോർമലി പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. വായിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഡയറക്ഷനിൽ എടുത്തു പറയുന്നുണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് കോണ്ടെക്സ്റ്റ് ആണെന്ന്. ശരി, ഇനി അടുത്ത് നോക്കിയാലോ. നാലാമത്തെ. ഷീ റിസീവ്ഡ് എ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ഫ്രം ഹെർ ബെസ്റ്റ് ഫ്രണ്ട് ഓൺ ഹെർ ബർത്ത്ഡേ. അപ്പൊ ഇവിടെ പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന വേർഡ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഫ്രണ്ട്, ബ്യൂട്ടിഫുൾ, റിസീവ്ഡ്, ഫോം. ഫോം ഹെർ ബർത്ത്ഡേ എന്നാണ്. ഫോം എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഫ്രം എന്നതാണ് ഇവിടെ വരേണ്ടത് അല്ലെ. ഇവിടെ FROM ആണ് വരേണ്ടത്. കാരണം ഒരു സോഴ്സ് കാണിക്കുകയാണ്, ഒരു സോഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഫ്രം ആണ് ഇവിടെ കൊടുക്കേണ്ടത്. സിമ്പിൾ മിസ്റ്റേക്ക്. നൗ ഫിഫ്ത്ത് വൺ. ഷീ ഫെൽറ്റ് എ ഡീപ് സെൻസ് ഓഫ് കണ്ടന്റ്മെന്റ് ആസ് ഷീ സാറ്റ് ബൈ ദി ഫയർ പ്ലേസ് സിപ്പിംഗ് ടീ ആൻഡ് റീഡിംഗ് ഹെർ ഫേവറേറ്റ് ബുക്ക്. കണ്ടന്റ്മെന്റ്, ഫയർ പ്ലേസ്, സിപ്പിംഗ്, സെൻസ്. കണ്ടന്റ്മെന്റ് വെച്ചാൽ എന്താണ്? ശരിക്കും ടേസ്റ്റ് ഓഫ് ഹാപ്പിനെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? സിമ്പിൾ ആണ് ഇവിടുത്തെ പ്രശ്നം. കാരണം CONTENTMENT ഈ സ്പെൽ ബി ഒക്കെ ചെയ്യുന്ന പോലെയാണ്. ഇവിടെ E ആണ് വരേണ്ടത്, പക്ഷെ A ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് ആണെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലെ. ഇനി നമുക്ക് നേരെ അടുത്തതിലേക്ക് പോയാലോ. നെക്സ്റ്റ് വൺ. In the question, one word is given in bold and corresponding to that, 3 sentences are given, each containing that word. Choose the option depicting the sentences that has or have the correct usage of the word. ഒന്നുകിൽ ഒരെണ്ണം ആയിരിക്കാം, ചിലപ്പോൾ 2 എണ്ണം ആയിരിക്കാം. ഏതാണ് കറക്റ്റ് എന്ന് നമ്മൾ നോക്കി പറയണം. ഓക്കെ, സോ
ബാച്ച്, അതാണ് നമ്മുടെ ഫസ്റ്റ് വേർഡ്. അപ്പോൾ ബാച്ചിന് താഴെ ദ ബേക്കറി പ്രിപ്പയർഡ് എ ഫ്രഷ് ബാച്ച് ഓഫ് കുക്കീസ് എവറി മോർണിംഗ് ടു സാറ്റിസ്ഫൈ ഇറ്റ്സ് കസ്റ്റമേഴ്സ്. ഷീ ഏൺഡ് എ ബാച്ച് ഫോർ completing the advanced level of the training program. The professor graded the first batch of exam papers before taking a break. അപ്പോൾ ഇത്രയും വന്നിട്ടുണ്ട്. ബാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ a group of people, എന്താ പറയാ, together doing something എന്ന് നമുക്ക് പറയാം അല്ലേ. produced or dealt with, എന്താ പറയാ, ഡൂയിങ് സംതിങ് എന്നോ അല്ലെങ്കിൽ ഡെൽറ്റ് വിത്ത് ടുഗദർ എന്നോ ഒക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഒരൊറ്റ ടൈമിൽ ഒരു സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് സംതിങ്ങിനെ നമ്മൾ എടുത്ത് പറയുമ്പോഴും ബാച്ച് എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ രണ്ട് മീനിങ് ഉണ്ട്. ഇത് ഐ തിങ്ക് നമ്മൾ ഇത് ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. പ്ലസ് നമ്മൾ ഒരുപാട് തവണ ഞാനിത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചില വാക്കുകൾക്ക് ഒന്നിലധികം മീനിങ്ങുകൾ ഉണ്ടാവും എന്നൊക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റനിൽ ലൈക്ക് നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് പറയണം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടായിരുന്നു മിസ് ചെയ്യുന്ന എന്നോട് ഉറപ്പായിട്ടും പറയണം. ശരി, അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിന്റെ മീനിങ് വരുന്നത്. അപ്പം ഈ ഒരു രണ്ട് മീനിങ് വെച്ച് ഇവിടെ ഏതൊക്കെയാണ് കറക്റ്റ് കൊടുത്തേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ 1 കറക്റ്റ് ആണ് അല്ലെ. എ ഫ്രഷ് ബാച്ച് ഓഫ് കുക്കീസ്, ക്വാണ്ടിറ്റി ഓഫ് സംതിങ് ഞാൻ പറഞ്ഞു 1 കറക്റ്റ് ആണ്. സോ 1 ഓക്കെ. ദെൻ ഷീ ഏൺഡ് എ ബാച്ച് ഓഫ് completing the advanced level training program. No, that is wrong. രണ്ടാമത് നമുക്ക് എടുക്കാൻ പറ്റില്ല. മൂന്നാമത്തതും ശരിയാണ്. സോ 1ഉം 3ഉം ഉള്ള ആൻസർ ഏതാണ്? ബി. സോ ദ ആൻസർ ഇസ് ബി. ഇനി നെക്സ്റ്റ് വൺ, സ്ലിപ്പ്. സ്ലിപ്പ് എന്ന് വെച്ചാൽ നമുക്ക് 3 മീനിങ് പറയാം. ഓൾമോസ്റ്റ് 3 മീനിങ് ആണ് സ്ലിപ്പിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് ടു ലൂസ് വൺസ് ബാലൻസ്, നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ വഴുതി വീഴുക, സ്ലിപ്പ് ചെയ്യുക എന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നെ നമുക്ക് പറയാം ഒരു സ്മോൾ പീസ് ഓഫ് പേപ്പർ, നിനക്ക് ബാങ്കിൽ നിന്ന് സ്ലിപ്പ് കിട്ടിയില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. സ്ലിപ്പ് എന്ന് വെച്ചാൽ ഒരു പീസ് ഓഫ് പേപ്പർ. പിന്നെ എന്ത് പറയാം? ടു മൂവ് ഓർ ടു ഗോ ക്വയറ്റ്ലി, ലൈക്ക് മിണ്ടാണ്ട് ആരും നോട്ടീസ് ചെയ്യാണ്ട് ഇങ്ങനെ ഒളിച്ച് പാത്തൊക്കെ പോവുക, നമ്മൾക്ക് സ്ലിപ്പാവും, പെട്ടെന്ന് അവിടെ നിന്ന് തെന്നി മാറാന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ. സോ 3 മീനിങ് ഞാൻ പറഞ്ഞു തന്നു. ഷീ ട്രൈ ടു വാക്ക് കെയർഫുള്ളി ഓൺ ദി ഐസി റോഡ് ബട്ട് ഷീ കുഡിൻ അവോയ്ഡ് എ സ്ലിപ്പ് ആൻഡ് ഫെൽ. കറക്റ്റ് അല്ലേ യൂസേജ്? അവൾക്ക് സൂക്ഷിച്ച് നടക്കുക, അവൾ തെന്നി വീണു, സ്ലിപ്പ് ചെയ്ത് അവൾ വീണു. ഓക്കെ. ഹി റോട്ട് ഹിസ് ഫോൺ നമ്പർ ഓൺ എ സ്മോൾ സ്ലിപ്പ് ഓഫ് പേപ്പർ ആൻഡ് ഹാൻഡ് ഇറ്റ് ടു ഹെർ. അയാളുടെ ഫോൺ നമ്പർ ഒരു പേപ്പറിൽ എഴുതി ചെറുതായിട്ട് എഴുതിയിട്ട് കൊടുത്തു, ഒരു സ്ലിപ്പിൽ എഴുതി കൊടുത്തു. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ഇനി ഷീ കുഡിൻ സ്ലിപ്പ് വെൽ നാസ് ലൈൻ. ഷീ കുഡിൻ സ്ലിപ്പ് വെൽ അല്ല, സ്ലീപ്പ് വെൽ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം മൂന്നാമത്തത് ഇവിടെ എടുക്കാനായിട്ട് പറ്റത്തില്ല. വിച്ച് മീൻസ് ഇവിടെ ആൻസർ എന്ത് വരും? 1ഉം 2ഉം അല്ലെ. 1ഉം 2 ആണ് ഇവിടെ കറക്റ്റ് ആവുന്നത്. വിച്ച് മീൻസ് ഡി ആണ് നമ്മുടെ ആൻസർ. കിട്ടി. ഇനി നെക്സ്റ്റ് വേർഡ്, റേറ്റ്. ഈ വേർഡിന്റെ പ്രത്യേകത എന്താ? ഈ വേർഡിന് ആക്ച്വലി രണ്ട് മീനിങ് എനിക്ക് പറയാൻ പറ്റും. ഒന്ന്, നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു ക്വാളിറ്റി, നമ്മൾ എന്താ പറയാം, ഫ്രീക്വൻസി എന്നോ ക്വാണ്ടിറ്റി ഒക്കെ നമ്മൾ റേറ്റ് ചെയ്യുമ്പോൾ, ലൈക്ക് ഇൻട്രസ്റ്റ് റേറ്റ്, ബർത്ത് റേറ്റ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇല്ലേ, സിമ്പിൾ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എന്താ, ഒരു സാധനത്തിന്റെ ക്വാളിറ്റിയെ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് റേറ്റ് ഒന്ന് ഉപയോഗിക്കും. ലൈക്ക് ഇവാലുവേറ്റ് ചെയ്യാനോ ജഡ്ജ് ചെയ്യാനോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ റേറ്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ. സോ ഇവിടെ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ഹോം ലോൺസ് ഹാസ് ഇൻക്രീസ് സിഗ്നിഫിക്കൻ്റ്ലി ദിസ് ഇയർ. The doctors rate this hospital as one of the best in the country. Okay. The doctor rates this hospital എന്നാണ് കുറച്ചും കൂടി കറക്റ്റ് അല്ലെ. ഡോക്ടേഴ്സ് റേറ്റ് ദിസ് ഹോസ്പിറ്റൽ. ഓക്കെ, നമുക്ക് എടുക്കാം, നോക്കാൻ പറ്റും, നോക്കാം. The birth rate in many developed countries has been declining over the years. ഐ തിങ്ക് 3ലും ഏകദേശം കറക്റ്റ് അല്ലേ. ജഡ്ജ് ചെയ്യുന്നത് എന്താണ്, രണ്ടാമത്തിൽ ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളൊരു മീനിങ് ആണ്. സോ ഐ തിങ്ക് ദിറ്റ് ഈസ് 1, 2 and 3. ഡി ആണ് നമ്മുടെ ആൻസർ. 1ലും 2ലും 3ലും കറക്റ്റ് ആണ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. The following question contains a sentence which has been divided into 4 parts. Okay, 4 പാർട്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. The sentence is then followed by 5 options. 5 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. One of which gives the sequence of the rearranged parts. Rearranged parts റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സീക്വൻസ് അവർ തന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് എല്ലാം സെന്റൻസിനെ റീഅറേഞ്ച് ചെയ്യണം. സിമ്പിൾ. സോ 9 മുതൽ 12 ക്വസ്റ്റ്യൻ സെന്റൻസ് റീഅറേഞ്ച്മെന്റ് ആണ്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ഐ ഫീൽ റിയലി ഹാപ്പി. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് വൺ ചെയ്താലോ. Began 12 jurors were before the trial a pool of candidates randomly selected from. അപ്പോൾ ഇത് വായിക്കുമ്പോഴേ നമുക്കറിയാം ബിഫോർ ദ ട്രയൽ അങ്ങനെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. ബിഫോർ ദ ട്രയൽ began 12 jurors were randomly selected from the pool of candidates. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ randomly selected from the pool of candidates ഒരുമിച്ചായിരിക്കും വരിക. എവിടെ നിന്നാണ്? ഒരു പൂൾ ഓഫ് കാൻഡിഡേറ്റ്സ്, ഒരു ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് നിന്നാണ് റാൻഡം ആയിട്ട് പിക്ക് ചെയ്തത്. അപ്പോൾ അത് രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ ഡിയും സിയും ഒരുമിച്ചാണ്. ഡിയും സിയും എപ്പോഴും ഒരുമിച്ച് വരും. ഡിയും സിയും ഒരുമിച്ച് വരുന്ന എല്ലായിടത്തും ഡിയും സിയും ഒരുമിച്ചുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ ഡിയും സിയും വരാണെങ്കിൽ എപ്പോഴായിരിക്കും ഇവരെ സെലക്ട് ചെയ്തിട്ടുണ്ടാവാം? ബിഗാൻ 12 ജൂനിയേഴ്സ് വേർ ഒരിക്കലും സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ബിഫോർ ദ ട്രയലിന് മുന്നേ ബിഗാൻ 12 ജൂനിയേഴ്സ് വേർ റാൻഡംലി സെലക്ടഡ്.
ഓക്കെ, 12 പേരെ റാൻഡംലി സെലക്ട് ചെയ്തു എന്ന് നമുക്ക് പറയാം. സോ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ബിയും എയും ഡിയും സിയും കോമ്പിനേഷൻ ആണെന്ന് അങ്ങനെ മനസ്സിലാക്കാം. ലോജിക്കലി തന്നെ കിട്ടും. സോ ബി നമ്മുടെ ആൻസർ ആയി. കിട്ടിയില്ലേ? ഇനി നെക്സ്റ്റ് വൺ അടുത്ത നോക്കാം. യൂസ്ലെസ് സ്റ്റഫ് ആൻഡ് ഇമാജിനറി തിങ്സ് സോ വി കാണ്ട്. ദ വേൾഡ് ഇസ് ഫുൾ ഓഫ് നോൺസെൻസ്, ബിലീവ് എവറിത്തിങ്. ഇതും ഭയങ്കര എളുപ്പമാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ദ വേൾഡ് ഇസ് ദ വേൾഡ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു സെന്റൻസ്, ദ വേൾഡ് ലോകം എന്നുള്ള രീതിയിലും തുടങ്ങുന്നത്. വേൾഡ് ഇസ് ഫുൾ ഓഫ് നോൺസെൻസ് അല്ലേ? യൂസ്ലെസ് സ്റ്റഫ് ഇമാജിൻ. അപ്പൊ ഇത് കഴിഞ്ഞിട്ടൊരു കോമ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനുശേഷവും അതേ കോമാസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് നോക്കാം. അപ്പൊ സിയും എയും ബിയിലും കോമാസ് ഉണ്ട്. CAB എന്നൊരു ഫോർമാറ്റ്. ദ വേൾഡ് ഇസ് ഫുൾ ഓഫ് നോൺസെൻസ്, യൂസ്ലെസ് സ്റ്റഫ് ആൻഡ് ഇമാജിനറി തിങ്സ്, സോ വി കാണ്ട് ബിലീവ് എവറിത്തിങ് വി സി അല്ലേ? CABD അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. സിയിൽ ആൻസർ കിട്ടി. സിമ്പിൾ. Now 11th question. And singing to the music, have a gregarious time dancing, rushed into the nightclub to crowds of people. വാവ്, വളരെ വളരെ വ്യത്യസ്തമായ ഒരു സെന്റൻസ്. ഇങ്ങനെ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്ന പോലും ഉണ്ടാവത്തില്ല. ലെറ്റ്സ് സി. ഐ തിങ്ക് ക്രൗഡ്സ് ഓഫ് പീപ്പിളിൽ തുടങ്ങാം. ഓക്കെ, റഷ്ഡ് ഇൻ ടു ദ നൈറ്റ് ക്ലബ് ടു ഹാവ് എ ഗ്രിഗറിയസ് ടൈം ഡാൻസിങ് ആൻഡ് സിംഗ് ടു ദ. ഇവർ മൂന്നുപേരും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ ഞാൻ ഡിയിൽ തുടങ്ങാൻ വിചാരിക്കുന്നു. ഡിയിൽ തുടങ്ങുന്ന തന്നെ എനിക്ക് ബി രണ്ടെണ്ണം കട്ട് ചെയ്ത് കളയാം. ഒന്നെങ്കിൽ ബി അല്ലെങ്കിൽ ഡിയിലേക്ക് ആൻസർ വരും. സോ ക്രൗഡ്സ് ഓഫ് പീപ്പിൾ ആൻഡ് സിംഗിങ് ടു ദ മ്യൂസിക് യോജിക്കുന്നതേ ഇല്ല. സോ ഇതും ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി ഒന്നെങ്കിൽ നോ റീഅറേഞ്ച്മെന്റ് റിക്കോർഡ്. നോ റീഅറേഞ്ച് റിക്കോർഡ് എന്തായാലും വരത്തില്ല, കാരണം വായിക്കുമ്പോഴേ അറിയാം റിക്വയർഡ് ആണ് റീഅറേഞ്ച്മെന്റ് എന്ന്. So, crowds of people rushed into the nightclub too. So, DCBA, D answer ആയി. ഇനി 12ാമത്. That many of his citizens lacked food, the dictator was inhumane and unconcerned. ഇതെങ്ങനെ? The dictator was inhumane and unconcerned that many of his citizens lacked food. സിമ്പിൾ അല്ലേ? CDAB. കാരണം എങ്ങനെയാണ്? സിയും ഡിയും കോമ്പിനേഷൻ ആണ് നമുക്ക് ആദ്യമേ മനസ്സിലാവും. സിയും ഡിയും ഇവിടെയും ഇല്ല, ഇവിടെയും ഇല്ല, ഇവിടെയും ഇല്ല. പിന്നെ ആകെ സിയിൽ മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? ദാറ്റ് ഡിക്റ്റേറ്റർ വാസ് എങ്ങനെയുള്ള ആളായിരുന്നു? ഇൻഹ്യൂമൻ ആൻഡ് അൺകൺസേൺഡ്. സോ അത് രണ്ടും കംപ്ലീറ്റ്ലി ഒന്നിച്ച് പോകുന്ന ആൾക്കാരാണ് കിട്ടുമ്പോഴേ എലിമിനേഷൻ ടെക്നിക്കുകളൊക്കെ ആൻസറിൽ എത്താനായിട്ട് സിംപ്ലി പറ്റും. അത്യാവശ്യം ഭയങ്കര എളുപ്പമായിരുന്നു അല്ലേ? ക്വസ്റ്റ്യൻസ് എടുക്കുന്നതിന് ഐ ഫീൽ ലൈക്ക് ദ ക്വസ്റ്റ്യൻസ് ആർ റിയലി ഈസി. കുറച്ചും കൂടി എളുപ്പമായിരുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഡയറക്ഷൻ നോക്കുക. അത് പാസേജ് ക്വസ്റ്റ്യൻ ആണ്. പാസേജ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ക്വസ്റ്റ്യൻ പാസേജ് വായിക്കുന്നതിന് മുന്നേ ഓടിപ്പോയി ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിക്കോളാന്ന് പറഞ്ഞു. ഇത്തവണ എക്സാമിന് എത്ര പേര് അത് ഉപയോഗിച്ചു എന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഇതായിരുന്നു പാസേജ്. അതിന് മുന്നേ സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു റീപ്ലേസ് ഷൂട്ടിംഗ് ഇൻ ദി ഫോളോയിങ് സെന്റൻസ്. ഷൂട്ടിങ്ങിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന വേർഡ് ചോദിച്ചിട്ടുണ്ട്. ദെൻ അപ്പോൾ ഇതൊരു വൊക്കാബ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? Now according to the passage, which of the following are primary causes of road accident? ആക്ച്വലി നമ്മൾ ഇതേപോലത്തെ ഒരെണ്ണം ചെയ്തു. പ്രൈമറി കോസസ് ഓഫ് റോഡ് ആക്സിഡന്റ് അല്ല നമ്മൾ ചെയ്തത്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത റീഡിംഗ് കോംപ്രഹെൻഷനിൽ നമ്മൾ പ്രൈമറി കോസസ് ഓഫ് സംതിങ് എന്തോ ഒരു കാര്യം നമ്മൾ ചെയ്തതാണ്. ഐ ഡോണ്ട് റിമെമ്പർ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എനിക്ക് തോന്നുന്നു. ഓർക്കുന്നുണ്ടോ? ഏതോ ഒരു ടോപ്പിക്കിൽ നമ്മൾ അതിൻ്റെ പ്രൈമറി റീസൺസ് ചെയ്യുന്നു. പഠിക്കുന്ന സമയത്ത് നമ്മളൊരു എന്താ പറയുക, ഒരു വാട്ടർ ടൂറിസം അല്ലേ, കേരള ഇൻലാൻഡ് ടൂറിസത്തിനെ കുറിച്ചും ബോട്ട് ആക്സിഡൻസ് നടക്കുന്നതിനെ കുറിച്ചും ഒരു പാസേജ് നമ്മൾ പഠിച്ചിരുന്നു ക്ലാസ്സിൽ. അപ്പോൾ ഇവിടെയും പ്രൈമറി. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ വി ഹാവ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു റീപ്ലേസ്. റീസ്റ്റോർ എന്ന വേർഡ് റീപ്ലേസ് ചെയ്യാനായിട്ട് ഇതും ഒരു വൊക്കാബ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു ഫിൽ ദ ബ്ലാങ്ക്. ഇതൊരു ഫില്ലർ ആണ് വിച്ച് ഇസ് ടോപ്പിക് റിലേറ്റഡ്. Then according to the passage, what role do celebrities play in promoting road safety? This is also a direct question. Now, which of the following statements is or are true according to the passage? Direct question once again. And 19, which of the following statements are false? വീണ്ടും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ അല്ലേ? അപ്പം 2 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, 3 ഡയറക്റ്റ് ക്വസ്റ്റ്യനോളം ഉണ്ട്. ഒരു ടോപ്പിക് റിലേറ്റഡ്, 4 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ടോപ്പിക് റിലേറ്റഡ്, ഐ തിങ്ക് 2 വൊക്കാബ് ക്വസ്റ്റ്യൻ. ഇത്രയാണുള്ളത്. ഇനി പാസേജ് ഒന്ന് വായിച്ചാലോ. റോഡ് ട്രാഫിക് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് മോഡേൺ ലൈഫ്, enabling transportation and commerce. However, it is also poses serious risk, including rising accidents, life-threatening injuries, and increasing road rage. Reckless driving, poor infrastructure, and inadequate law enforcement have turned roads into dangerous spaces where lives are lost every day. Addressing these issues require collective action to restore discipline and ensure safer travel for all. One of the most alarming consequences of uncontrolled traffic is the high dash of accidents. Speeding, distracted driving, and driving under the influence are major contributors to fatal crashes. Many drivers neglect basic safety rules such as wearing seat belts or maintaining safe distances.
further increasing risks. Poorly maintained roads and insufficient traffic signals worsen the situation. Victims often suffer severe injuries, including fractures, paralysis, and brain trauma, leaving them permanently disabled. The financial burden of medical treatment and loss of livelihood devastates many families. Hit and run cases where offenders escape accountability highlight the urgent need for stricter enforcement. Okay. Road rage is another growing issue threatening public safety. Frustration due to traffic congestion often leads to aggressive behavior. In extreme cases, individuals resort to violence, sometimes resulting in physical assaults or even shooting incidents. What begins as a minor dispute can escalate into a crime, endangering both motorists and pedestrians. The lack of emotional control and failure to resolve conflicts peacefully worsen the situation. Traffic police play a crucial role in addressing these challenges. Beyond issuing fines, they regulate traffic, prevent violation, and promote road safety. Regular patrolling, strict penalties, and increased surveillance through cameras can help reduce accidents. Public awareness campaigns on responsible driving are also necessary. An effective way to restore safe driving habits is through celebrity-endorsed road safety campaigns. Celebrities influence public behavior and their involvement can encourage drivers to follow traffic rules. Their participation in awareness programs and social media campaigns reinforces responsible driving. To combat road dangers, a combined effort from the government, law enforcement, and public is essential. By improving infrastructure, enforcing laws, and promoting responsible driving through celebrity campaigns, society can work towards safer roads for everyone. എന്താണ് ഇപ്പോൾ പ്രത്യേകത? നിർത്തി വായിച്ചതുകൊണ്ട് മോസ്റ്റ് പ്രോബ്ലി വായിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനോട് സാധിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഈസി ആയിട്ടൊരു പാരഗ്രാഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ഷൂട്ടിംഗ് എന്ന വേർഡിന് പകരം കൊടുക്കാൻ പറ്റുന്നത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മളറിയാം, നമ്മൾ ഷൂട്ട് ചെയ്യുക, വെടിവെക്കുക എന്നൊക്കെ നമ്മൾ പറയും, ഫയർ ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ പറയുക. അപ്പോൾ അതേ വേർഡിന് നമ്മൾ സ്റ്റാബ് ചെയ്യുന്ന വെച്ചാൽ കുത്തുക. ഫയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർ, നമ്മൾ ഷൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഫയറിങ്ങും. അപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടി. വേറൊന്നും ചിന്തിക്കേണ്ട, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അക്കോർഡിംഗ് ടു ദ പാസേജ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൈമറി കോസസ് ഓഫ് റോഡ് ആക്സിഡന്റ് വായിച്ച് ഞാൻ ഒറ്റ തവണ നിങ്ങളുടെ കൂടെ വായിച്ചിട്ടുള്ളൂ. സ്പീഡിംഗ്, ഡിസ്ട്രാക്റ്റഡ് ഡ്രൈവിംഗ്, ഡ്രൈവിംഗ് അണ്ടർ ദ ഇൻഫ്ലുവൻസ്, poorly maintained roads and lack of proper traffic signals. Okay, the increasing number of vehicles on road അല്ല primary cause of road accident. അങ്ങനെ ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ 1ഉം 2ഉം ഞാൻ വായിച്ചിട്ടുണ്ട്. സോ ദ ആൻസർ ഇസ് ബി. അല്ലെ, ഭയങ്കര സ്പീഡിൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഫോണൊക്കെ വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുക, സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്നതൊക്കെ ആക്സിഡൻസ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ റോഡുകൾ കുണ്ടും കുഴിയും എന്ന് പറഞ്ഞ റോഡുകളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്സിഡൻറ്റ് സംഭവിക്കും. നമ്മളിപ്പോൾ എടുത്ത് പറയുന്നില്ല, കുണ്ടും കുഴി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള റോഡുകൾ ആണെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിക്കുക. നമ്മൾ കേൾക്കാറുണ്ട്, കുഴിയിൽ വീണ് സ്കൂട്ടർ കുഴിയിലേക്ക് വീണ് ആൾ പുറത്തേക്ക് വീണ് മരിക്കുന്നു എന്നൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. സോ അത് രണ്ടുമാണ്. നൗ റീസ്റ്റോർ എന്ന വേർഡിന് റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു അപ്രോപ്രിയേറ്റ് വേർഡ്. റീസ്റ്റോർ എന്ന് പറയുമ്പം എന്താ, ബ്രിങ് ബാക്ക് അല്ലെങ്കിൽ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അതായത് ഒറിജിനൽ കണ്ടീഷനിലേക്ക് തിരികെ കൊണ്ടുവരിക, അല്ലേ. അബാൻഡൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഗീവ് അപ്പ് ചെയ്യുക, നമ്മളത് ക്ലാസ്സിൽ പറയും, ഡിസ്ട്രോയ് എന്ന് നശിപ്പിക്കുക. റെജുവിനേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഭയങ്കര യങ് ആൻഡ് ഫ്രഷ് ആക്കി എടുക്കുക ഒരു കാര്യത്തിനെ. റെപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ആക്കുക, കോപ്പി ചെയ്യുക, ഇതാണ് മീനിങ്. അപ്പം നമുക്കിതിൽ ആരെ കൊടുക്കാനായിട്ട് പറ്റും? എനിക്ക് തോന്നുന്നു റീഇൻസ്റ്റേറ്റ് എന്ന വാക്കാണ് കുറച്ചും കൂടി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്റ്റോർ, അതായത് ഒരു കാര്യത്തെ ബെസ്റ്റ് റീപ്ലേസ് ചെയ്യുക, അതായത് ഏറ്റവും നല്ല രീതിയിൽ അതിനെ റീപ്ലേസ് ചെയ്യുക. കുറച്ചുകൂടി റീബർത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയല്ലേ, മരിച്ചിട്ട് തിരിച്ച് ജീവനോടെ വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും ബെറ്റർ ആയിട്ട് പുതിയൊരു രീതിയിൽ ഭയങ്കര നൈസായിട്ട് റീപ്ലേസ്ഡ് ആയി എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ റീഇൻസ്റ്റേറ്റ് ആണ് കുറച്ചും കൂടി കറക്റ്റ് ആൻസർ. സോ എ കൊടുക്കുന്നു. റെജുവിനേറ്റ് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഐഡിയ ഓഫ് ബ്രിങ്ങിങ് സംതിങ്, അല്ലെങ്കിൽ ഇറ്റ്സ് ഐഡിയ ഓഫ് ബീങ് ഫ്രഷ്, യങ് എന്നുള്ള മീനിങ് ആണ് ശരിക്കും പറഞ്ഞാൽ റെജുവിനേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സ്കിൻ റെജുവിനേറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് യങ് ആയിട്ട് ഫീൽ ചെയ്യുക എന്നുള്ള ഒരു മീനിങ് വരുന്നത്. റെപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ കോപ്പി ആക്കുക എന്നുള്ള, അപ്പോൾ അത് രണ്ടും നല്ല യൂസ് ചെയ്യാൻ പറ്റത്തില്ല. റീഇൻസ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആസ് റിസ്റ്റോർ, അതായത് ഓൾറെഡി ഇല്ലാണ്ടായി പോയി അല്ലെങ്കിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനെ നമ്മൾ റീബിൽഡ് ചെയ്ത് അതിനെ തിരിച്ച് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ആ ബ്ലാങ്ക് സ്പേസിൽ കൊടുക്കാൻ ഡിക്ലൈൻ, റേറ്റ്, സൊല്യൂഷൻ, റിഡക്ഷൻ, പ്രിവെൻഷൻ. നമുക്ക് ആ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിലേക്ക് ഒന്ന് പോയി നോക്കാം. One of the most alarming consequence of uncontrolled traffic is the high dash of accidents. High dash of accidents എന്ന് പറയുമ്പോൾ
ഡിക്ലൈൻ ഓഫ് ആക്സിഡൻസ് എന്ന് പറയാൻ പറ്റില്ല, അപ്പോൾ എ ഡിലീറ്റ് ചെയ്യാം. സൊല്യൂഷൻ ഓഫ് ആക്സിഡൻസ് എന്ന് പറയാൻ പറ്റില്ല. റിഡക്ഷൻ, ഓക്കെ, റിഡക്ഷൻ പോസിബിലിറ്റി ഉണ്ട്. പ്രിവെൻഷനും പറയാൻ പറ്റില്ല, അപ്പോൾ ഒന്നെങ്കിൽ ഡി അല്ലെങ്കിൽ ഡി. അപ്പോൾ റേറ്റും റിഡക്ഷനും ഓർത്ത് വെച്ചേക്കാം. നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കാം. വൺ ഓഫ് ദ മോസ്റ്റ് അലാമിംഗ് കോൺസിക്വൻസ് ഓഫ് അൺകൺട്രോൾ ട്രാഫിക് ഈസ് ദി ഹൈ റിഡക്ഷൻ ഓഫ് ആക്സിഡൻസ്. നോ, ഹൈ റേറ്റ് ഓഫ് ആക്സിഡൻസ് കറക്റ്റ്. അപ്പോൾ ഇവിടെ എന്താ കൊടുക്കാൻ പറ്റുക? റേറ്റ് ആണ് കൊടുക്കാൻ പറ്റുക, അല്ലേ? സോ ഞാൻ എന്ത് ചെയ്യുന്നു? അവിടുത്തെ ആൻസർ റേറ്റ് ആണെന്ന് കൊടുക്കുന്നു. ബി, റിഡക്ഷനും അല്ല. ആൻസർ കിട്ടി. Now 17. What role do celebrities play in promoting road safety? They encourage safe driving habits through public awareness campaigns, correct? Their influence can help restore discipline among drivers, okay. They have successfully eliminated reckless driving in several regions എന്ന് പറയാൻ പറ്റും. അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ അവർ കംപ്ലീറ്റ്ലി നിർത്തിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ 1ഉം 2ഉം മാത്രമേ നമുക്ക് ഇതിൽ ആൻസർ ആയിട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി 18. Which of the following statements are true? Poorly maintained roads and a lack of proper traffic signals contribute to the rising number of accidents. Okay. Road rage incidents are primarily caused by the presence of strict traffic police officers. അങ്ങനെ പറയാൻ പറ്റുമോ? സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രാഫിക് പോലീസ് ഓഫീസറിന്റെ മുന്നിലാണ് റോഡ് ആക്സിഡന്റ്. നമുക്ക് അതങ്ങനെ തീർത്തും പറയാൻ പറ്റില്ല, അപ്പോൾ ഞാൻ ഇത് എടുക്കുന്നില്ല. സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ് ഇൻ റോഡ് സേഫ്റ്റി ക്യാമ്പയിൻസ് കൻ ഹെൽപ്പ് എൻകറേജ് റെസ്പോൺസിബിൾ ഡ്രൈവിംഗ് ബിഹേവിയർ. ദാറ്റ് ഇസ് ഓൾസോ ട്രൂ. അപ്പോൾ 1ഉം 3യുമാണ് സത്യസന്ധമായിട്ടുള്ള ആൻസർ. അപ്പം ഞാൻ ഡി കൊടുത്തു, 18ാമത്തെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ചെയ്താലോ? 19ാമത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫോൾസ്? തെറ്റായത് ഏതൊക്കെയാണ്? ഇൻസ്റ്റാളിംഗ് ട്രാഫിക് ക്യാമറാസ് ഹാസ് കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ് റെക്ലെസ് ഡ്രൈവിംഗ്. കുറേ ഒക്കെ കുറച്ചിട്ടുണ്ടല്ലോ. AI ക്യാമറയെ പേടിച്ച് പലരും പതുക്കെ ഓടിക്കാറുണ്ട്. റോഡ് റേജ് ഇൻസിഡന്റ് നെവർ എസ്കലേറ്റ് ഇൻടു വയലന്റ് കൺഫ്രണ്ടേഷൻ. ഓക്കെ, കറക്റ്റാണ് ഇതൊക്കെ. എനിക്ക് തോന്നുന്നു ക്യാമറ വെച്ചിട്ടും നമുക്ക് തോന്നുന്നുണ്ടോ ലൈക്ക് ഭയങ്കര കംപ്ലീറ്റ്ലി എലിമിനേറ്റ് എന്ന് പറഞ്ഞത്? നോക്കി, ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോണേ. വായിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, AI ക്യാമറ വെച്ചതിന് ശേഷം കുറവാണല്ലോ. കുറവിന്റെ കാര്യമല്ല അവരോട് പറയുന്നത്, കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്തു. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ദിസ് ഈസ് ഫോൾസ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റും, കാരണം ഫോൾസ് ആണ് ചോദിച്ചേക്കണേ. സോ ദിസ് ക്യാൻ ബി ദ ആൻസർ. റോഡ് റേജ് ഇൻസിഡൻസ് നെവർ എസ്കലേറ്റ് ടു വയലന്റ്. ഒരിക്കലും പറയാൻ പറ്റില്ല. റോഡ് റേജ് എന്ന് വെച്ചാൽ രണ്ടാൾക്കാരും കൂടി ഒരു ഇടി ഉണ്ടായോ, ഒരു കൂട്ടിമുട്ടൽ ഉണ്ടായോ, ഒരു ആക്സിഡന്റ് ഉണ്ടായോ, ആളിറങ്ങി വരുന്നു, മറ്റേ ആൾ ഇറങ്ങി വരുന്നു, സംസാരമാവുന്നു, അടിയാവുന്നു, വെട്ടാവുന്നു, കുത്താവുന്നു, എന്തുമാണ് സംഭവിക്കാം. സോ ദിസ് ഈസ് ഓൾസോ നോട്ട് ട്രൂ. ഇനി the passage suggests that reducing the number of accidents is the best way to prevent accidents. ഒരിടത്തും ഞാൻ പാസേജിൽ വണ്ടികൾ കുറച്ചാൽ ആക്സിഡന്റ് കുറയും എന്നത് ഞാൻ വായിച്ചിട്ടില്ല, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല. സോ 3ാമത്തതും ഇൻകറക്റ്റ് ആണ്. വിച്ച് മീൻസ് ഈ all 1, 2 and 3 is false. കിട്ടിയില്ല ആൻസർ. Now moving on to the next direction. Read the sentence to find out whether there is grammatical or idiomatic error in it. Parallel text ആണ് 20 മുതൽ 24. The letter of that part is the answer. If the given sentence is grammatically and contextually correct, no error choose ചെയ്യാം. സിമ്പിൾ. ഓക്കെ, അപ്പം ആക്ച്വലി ഇത് എനിക്ക് എറർ ഡിറ്റക്ഷൻ വരുമ്പോൾ എനിക്ക് ടെൻഷനാണ്. എറർ ഡിറ്റക്ഷൻ നിങ്ങൾ എങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു ടെൻഷൻ എനിക്ക് എപ്പോഴും ഉള്ളിലുണ്ട്. നമുക്ക് നോക്കാം. Industrial waste and sewage has heavily polluted the Ganga, endangering aquatic life and human health. എവിടെയാണ്? A, B, C, D എവിടെയായിരിക്കും വന്നത്? ആൻസർ എനിക്ക് തോന്നുന്നു ബിയിലാണ് ആൻസർ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ബി കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ കിട്ടിയിട്ടുണ്ടാവുന്നത്. എന്തുകൊണ്ട് ബിയിൽ വന്നു? വേർ സ്യൂവേജ് ഹാസ് ഹെവിലി പൊല്യൂട്ടഡ്. ഗ്രാമാറ്റിക്കലി റൂൾ അപ്ലൈ ചെയ്യുമ്പം അവിടെ എന്ത് എററാണ് കാണാൻ പറ്റുന്നത്? അതായത് ഇവിടെ നമുക്ക് സ്യൂവേജ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആൻഡ് സ്യൂവേജ് എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ വേസ്റ്റും സ്യൂവേജും പറയുന്നത്. അപ്പോൾ ഒരു കോമ്പൗണ്ടഡ് സബ്ജക്റ്റിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് ഒരു പ്ലൂറൽ വെർബല്ലേ? ഇവിടെ ഹാസ് ഉപയോഗിക്കാൻ പറ്റുമോ? ഹാവ് അല്ലേ യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഹാവ് വരണം, ഹാസ് അല്ല. സിമ്പിളാണ്, സിമ്പിൾ മിസ്റ്റേക്ക് ആണുള്ളത്. ദെൻ 21 നോക്കുകയാണെങ്കിൽ ഇന്ത്യ സിറ്റീസ് മസ്റ്റ് ബിൽഡ് ഇൻക്ലൂസീവ് ക്ലൈമറ്റ് റെസിലിയൻറ്റ് ടു പ്രൊട്ടക്ട് വൾണറബിൾ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഇതിൽ നോക്കുമ്പം റെസിലിയൻറ്റ് ടു പ്രൊട്ടക്ട് എന്ന് വായിക്കുന്നുണ്ട്. റെസിലിയൻറ്റ് ടു പ്രൊട്ടക്ട്. ഓക്കെ, ബിൽഡ് ഇൻക്ലൂസീവ് ക്ലൈമറ്റ്. എനിക്ക് തോന്നുന്നത് റെസിലിയൻസ് ടു പ്രൊട്ടക്ട് എന്നാണ് വരേണ്ടത്, അല്ലാതെ റെസിലിയൻ എന്നല്ല. കാരണം റെസിലിയൻസ് ഒരു നൗണാണ്. ഇവിടെ നമുക്ക് റെസിലിയൻ എന്ന് വെച്ചാൽ അഡ്ജക്റ്റീവാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഒരു അഡ്ജക്റ്റീവാണ്, ഈ കിടക്കുന്ന വേർഡ് ഒരു അഡ്ജക്റ്റീവാണ്, റെസിലിയൻ്റ് എന്ന് പറയുമ്പോൾ. ശരിക്കും നമുക്കിവിടെ വേണ്ടത് എന്താണ്? റെസിലിയൻസ് എന്ന വേർഡാണ് നമുക്കിവിടെ വേണ്ടത്. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് യൂസേജ്. കാരണം ഇൻക്ലൂസീവ് ക്ലൈമറ്റ് റെസിലിയൻസ് ആസ് എ നൗൺ ആണ് അവിടെ ഉണ്ടാവേണ്ടത്, അല്ലാതെ അത് റെസിലിയൻസ് എന്ന് പറയുന്ന നല്ല റെസിലിയൻ്റ് എന്ന് കൊടുത്തത് അഡ്ജക്റ്റീവ് ആയപ്പോൾ ദ എൻറ്റയർ സെൻറ്റൻസ് സ്ട്രക്ചർ തെറ്റി. സോ നമുക്കിവിടെ ആൻസർ ഏതെടുക്കാം? സി എടുക്കാം. കിട്ടിയില്ലേ? Now 22. The UGC draft regulation have sparked concern in southern states, highlight regional disparities and the need for a more inclusive policy framework. Highlight
എന്നതിനേക്കാളും അവിടെ വരേണ്ടത് ഏത് ഫോമാണ്? ഹൈലൈറ്റിംഗ്. കാരണം നമ്മൾ പാരലിസം മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹാവ് സ്പാർക്ഡ് കൺസേൺസ് ഇൻ സദേൺ സ്റ്റേറ്റ് ഹൈലൈറ്റിംഗ്. അവിടെ ഹൈലൈറ്റ് അല്ല, എന്താ വരേണ്ടത്? ഹൈലൈറ്റിംഗ് ആണ് വരേണ്ടത്. കാരണം പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം വരണം അവിടെ. അപ്പൊ ING ഫോം ആണ് അവിടെ വരേണ്ടത്. സിമ്പിൾ. സോ സി ആൻസർ ആയി. ഇനി 23. ദ എസ്കേപ്ഡ് പ്രിസണർ ഷോഡ് കമ്പാഷൻ വെൻ ഹിം അസിസ്റ്റഡ് ദ വൂണ്ടഡ്. ഇത്രയൊന്നും വായിക്കണ്ട, ഹിം അസിസ്റ്റഡ് എന്ന് വായിക്കുമ്പോഴേ അറിയാം അവിടെയാണ് പ്രശ്നം. സിയിലാണ് നമ്മുടെ ആൻസർ എന്ന്. എന്തുകൊണ്ട് അങ്ങനെയായി? എന്താണ് അവിടെ പ്രശ്നം? ദ എസ്കേപ്പ് പ്രിസണർ ഷോഡ് കമ്പാഷൻ വെൻ ഹിം അസിസ്റ്റഡ് എന്ന് വരുമ്പോൾ ഒബ്ജക്റ്റ് പ്രോനൗൺ നമ്മളിത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഹീ വേണം വരാൻ. ഹീ അസിസ്റ്റഡ് എന്നാണ് വരേണ്ടത്. സബ്ജക്ട് പ്രോനൗൺ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത് അല്ലേ? അവിടെ ഹിം ആണ് കിടക്കുന്നത്, അത് ഒബ്ജക്റ്റ് പ്രോനൗൺ ആണ്. അതുമാതിരി നമ്മൾ സബ്ജക്ട് പ്രോനൗൺ ആക്കണം. ഹി അസിസ്റ്റഡ് ദി വൂണ്ടഡ് പോലീസ് ഓഫീസർ. ക്ലിയർ അല്ലേ? ഭയങ്കര സിമ്പിൾ സാധനങ്ങളാണ്. എനിക്ക് തോന്നുന്നില്ല ഇത്തവണത്തെ എറർ ഡിറ്റക്ഷൻ പോലും എളുപ്പമായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 24. മോസ്റ്റ് ടീച്ചേഴ്സ് ഇൻ സ്കൂൾ എക്സ്പെക്ട് യു ടു ബീയിങ് പൊളൈറ്റ് both the teachers and other students. Both the teachers. Okay. School expect you to being പൊളൈറ്റ്. ഇങ്ങനെ വേണം എടുക്കാം കേട്ടോ. ഒരിക്കലും ഞാൻ പറഞ്ഞിട്ട് കട്ട് ചെയ്ത് എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റൻസ് വായിക്കുന്നത്. അപ്പോൾ നമുക്ക് തെറ്റ് കിട്ടാണ്ടാവുന്നത്. സോ മോസ്റ്റ് ടീച്ചേഴ്സ് ഇൻ സ്കൂൾ എക്സ്പെക്ട് യു ടു ബീയിങ് പൊളൈറ്റ്. യു ടു ബീയിങ് പൊളൈറ്റ് എന്ന് പറയാൻ പറ്റുമോ? എക്സ്പെക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു എക്സ്പെക്റ്റിന് ശേഷം വരുമ്പോൾ നമ്മളൊരു ഇൻഫിനിറ്റീവ് ടു ബി ഫോം നമുക്കവിടെ വേണം അല്ലേ? അപ്പം ജെറണ്ട് ഫോം അല്ല അവിടെ വേണ്ടത്. അപ്പോൾ ഇവിടെ ടു ബീയിങ് അല്ല, ടു ബി പൊളൈറ്റ് എന്നല്ലേ വരാം. സിമ്പിൾ. സോ ദ ആൻസർ ഇസ് ഇൻ ബി. കിട്ടിയില്ലേ? സിമ്പിൾ സാധനം. പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇൻ ദി ഫോളോയിങ് പാസേജ് ദെയർ ആർ ബ്ലാങ്ക്സ് വിച്ച് ഹാസ് ബീൻ ഡിനോട്ടഡ് ബൈ എ ലെറ്റർ. ഫോർ ഈച്ച് ബ്ലാങ്ക് 5 ഓപ്ഷൻസ് ആർ ഗിവൻ. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദ ഓപ്ഷൻസ്. നമുക്ക് ക്ലോസ് ടെസ്റ്റ് ആണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് വായിക്കാം. ബീസ് ആർ നോട്ട് ഓൺലി ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രൊഡ്യൂസിംഗ് ഹണി ബട്ട് ഓൾസോ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ പോളിനേഷൻ. ദ ഫ്ലൈ ഡാഷ് ഫ്ലവേഴ്സ് കളക്ടിങ് നെക്ടർ ആൻഡ് പോളൻ. അപ്പോൾ ദ ഫ്ലൈ ഡാഷ് കളക്ട്സ് നെക്ടർ ആൻഡ് പോളൻ. നമുക്ക് എയിൽ ആരെ കൊടുക്കാൻ പറ്റും നോക്കാം. നിയർ ഹാപ്പി സ്ട്രോങ് കോൾഡ് ബ്രൈറ്റ്. അപ്പം ഇതിൻ്റെ ഒന്നും മീനിങ് പറയേണ്ട ആവശ്യമില്ല. ദേ ഫ്ലൈ നിയർ ഹാപ്പി ഫ്ലവേഴ്സ്, സ്ട്രോങ് ഫ്ലവേഴ്സ്, കോൾഡ് ഫ്ലവേഴ്സ്, ബ്രൈറ്റ് ഫ്ലവേഴ്സ്, നിയർ ഫ്ലവേഴ്സ്. ഏത് കൊടുക്കാൻ പറ്റും? നിയർ ഫ്ലവേഴ്സ്. എ. ഇനി അടുത്തത്, ദിസ് പ്രോസസ് ഹെൽപ്സ് ഡാഷ് ദ റീപ്രൊഡക്ഷൻ ഓഫ്. ഹെൽപ്സ് ദി ഡാഷ് ദ റീപ്രൊഡക്ഷൻ. ഗ്രോ ദ റീപ്രൊഡക്ഷൻ, ജംപ് ദ റീപ്രൊഡക്ഷൻ, സ്ലീപ് ദ റീപ്രൊഡക്ഷൻ, ഡ്രൈ ദ റീപ്രൊഡക്ഷൻ, ഹെവി റീപ്രൊഡക്ഷൻ. ഗ്രോ ദി റീപ്രൊഡക്ഷൻ അല്ലേ? grow the reproduction of many plants. So അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 27th ക്വസ്റ്റ്യൻ നമുക്ക് ആക്ച്വലി ഇവിടെ വായിച്ചു നോക്കാം. The reproduction of many plants, bees transfers pollen from one flower to the other. അതെനിക്ക് ഓപ്ഷൻസ് പോയി നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ഫ്രം വൺ ഫ്ലവർ, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്. ഫ്രം ആണ് ഇവിടെ കുറച്ച് ഇൻഡിക്കേറ്റിംഗ്. ഞാൻ കുറച്ച് മുന്നേ ഫ്രമിൻ്റെ യൂസ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. സോ അത് കിട്ടി. ഇനി ലാസ്റ്റ് വൺ, വിച്ച് വുഡ് ഹാവ് എ സീരിയസ് ഇമ്പാക്ട് ഡാഷ് ഫുഡ് പ്രൊഡക്ഷൻ. ഇവിടെയും ഓപ്ഷൻസ് നോക്കാനൊന്നും നിൽക്കണ്ട. വേണമെങ്കിൽ ഓപ്ഷൻസ് നമുക്ക് നോക്കി കളയാം, കാരണം ഓപ്ഷൻസ് സിമ്പിൾ ആയിരിക്കും. നോക്കിയേ, ഓൺ, ഫാസ്റ്റ്, വാം. ഓൺ ആണ് ആൻസർ. കാരണം എന്താണ്? ഇമ്പാക്ട് ഓൺ എന്നാണ് നമ്മൾ മീനിങ് പറയുക അല്ലേ? ഇമ്പാക്ട് ഓൺ ഫുഡ് പ്രൊഡക്ഷൻ. ഫാമേഴ്സ് ഡിപ്പെൻഡ് ഡാഷ് ബീസ്. ഫാമേഴ്സ് ഡിപ്പെൻഡ് എന്ത് ബീസാ? ഓവർ, അണ്ടർ, അപ്പർ, ഓൺ, ഓപ്പൺ. ഭയങ്കര കോമഡി ആയിട്ടുള്ള ഇതാണല്ലേ. ഓൺ ബീസ് എന്നല്ലേ യൂസ് ചെയ്യുക, ഡിപ്പെൻഡ് ഓൺ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണമായിപ്പോയി. ഡിപ്പെൻഡ് ഓൺ ബീസ് ടു ഇൻക്രീസ് ദെയർ ഹാർവെസ്റ്റ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് കെയർ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് കെയർ. അതിനുശേഷം എന്ത് കൊടുക്കും? ഇൻ കൈൻഡ് ഓഫ്. ടേക്ക് കെയർ ഓഫ് അല്ലേ, വേറെ ഒന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ക്ലോസ് ടെസ്റ്റ് ആയിരുന്നു ഇത്തവണ. ഓഫ് ദീസ് പോളിനേറ്റേഴ്സ് ടു മെയിൻറ്റെയിൻ ഹെൽത്തി എൻവയോൺമെൻറ്റ്. സോ കൃത്യം 30 ചോദ്യം നമ്മൾ ഇംഗ്ലീഷിൽ ചെയ്തു നോക്കി. വളരെ എളുപ്പമായിരുന്നു. വളരെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതും നമ്മൾ മാരത്തോണിൽ പഠിച്ചതുമായിട്ടുള്ള ഒരുപാട് ഏരിയാസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇതുപോലെ സബ്ജക്റ്റ് അനാലിസിൽ വരുന്ന എക്സാംസിനും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് പറയാം. താങ്ക് യു സോ മച്ച്. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.